8ാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകത്തിൽ നീതിന്യായ വ്യവസ്ഥയിലെ അഴിമതി എന്ന ഭാഗം ഉൾപ്പെടുത്തിയതിൽ വിദ്യാഭ്യാസ സെക്രട്ടറിയും NCERT സെക്രട്ടറിയും സുപ്രീം കോടതി കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു. പാഠഭാഗത്തിന്റെ കോപ്പി പ്രചരിപ്പിക്കരുതെന്ന് കോടതി നിർദ്ദേശിച്ചു. പാഠഭാഗം ആഴത്തിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. പിഴവിന് ന്യായീകരണമില്ലെന്നും ക്ഷമാപണം നടത്തുന്നുവെന്നും NCERT അറിയിച്ചു. തൗഫീഖ് അസ്ലം വിവരങ്ങൾ നൽകും. തൗഫീഖ്, ഏത് ക്ലാസ്സിലാണ് പാഠപുസ്തകത്തിലാണ് ഈ ഭാഗങ്ങൾ? എട്ടാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലായിരുന്നു ജുഡീഷ്യറിയെ കുറിച്ചുള്ള ചില പരാമർശങ്ങൾ ഉൾപ്പെടുത്തിയത്. ഇതിനെതിരെ കോടതി കഴിഞ്ഞ ദിവസം തന്നെ രംഗത്തെത്തുകയും കേന്ദ്ര സർക്കാരിനോട് അതിൽ വിശദീകരണം ചോദിച്ചിരുന്നു. ഇന്ന് കേസ് വീണ്ടും പരിഗണിച്ചപ്പോഴായിരുന്നു കേന്ദ്രത്തിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായത്. ആഴത്തിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഈ പാഠപുസ്തകത്തിൽ ഇത്തരത്തിലുള്ള വിവരങ്ങൾ വന്നതെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അതുകൊണ്ട് ഇത് ന്യായീകരിക്കാൻ സാധിക്കില്ല. മാപ്പ് പറഞ്ഞാൽ പോലും ഇതിൽ കോടതി കേസ് വളരെ പെട്ടെന്ന് തീർക്കില്ല എന്നുകൂടി കേന്ദ്രത്തോട് ചീഫ് ജസ്റ്റിസ് പറയുകയുണ്ടായി. പകരം ഇതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം വേണം. അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കോടതിയിൽ എത്രയും വേഗം സമർപ്പിക്കണമെന്ന് കൂടി സുപ്രീം കോടതി കേന്ദ്രത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദ്യാഭ്യാസ സെക്രട്ടറിക്ക് ഉൾപ്പെടെ കോടതി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇതിന് മറുപടി ലഭിക്കണമെന്നുള്ള നിർദ്ദേശവും കൂടിയാണ് നൽകിയിരിക്കുന്നത്. ഈ പാഠഭാഗത്തിന്റെ കോപ്പികൾ ഒരു കാരണവശാലും പ്രചരിപ്പിക്കരുത് എന്നുള്ള നിർദ്ദേശവും കൂടി കോടതി നൽകിയിട്ടുണ്ട്. ജുഡീഷ്യറിക്ക് നേരെ വെടിയുതിർക്കുന്നതിന് സമാനമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ പുസ്തകത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെതിരെ കർശനമായിട്ടുള്ള നടപടി കോടതിയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടാകും എന്നുകൂടി കോടതി അറിയിച്ചിട്ടുണ്ട്. ഈ പിഴവ് വരുത്തിയ ഈ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ എഴുതിയ ആളുകൾക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാർ എന്ന് കോടതിയെ അറിയിച്ചു. ആ സമയത്തായിരുന്നു കോടതി ഇത് നടപടിയിൽ ഒതുങ്ങുന്നതല്ല, അത്തരത്തിലൊരു നടപടി സ്വീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ നിന്ന് ഈ കേസ് ഒരിക്കലും ഇല്ലാതാവുന്നില്ല. പകരം ഇതിന് പിന്നിൽ ആരൊക്കെയാണ് പ്രവർത്തിച്ചത്, ഇതിന് പിന്നിലുണ്ടായ ഗൂഢാലോചന എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളിൽ വിശദമായിട്ടുള്ള അന്വേഷണം വേണമെന്ന് കൂടി ചീഫ് ജസ്റ്റിസ് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്.